ഞാനിന്നൊരു പൈനാപ്പിൾ പഴക്കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഏത്തപ്പഴം ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, 3 പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 2 പിടി തേങ്ങ, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഒരു 4 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെന്ത പൈനാപ്പിളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇറക്കി വയ്ക്കാം. പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് 1 സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കടുക് വറുത്തിടാം. ഒരു നുള്ളു ഉലുവ, കടുക്, കുറച്ച് ഉണക്കമുന്തിരി, വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ പഴക്കൂട്ട് റെഡിയായിട്ടുണ്ട്.